ഹലോ ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജോബ് അപ്ഡേറ്റ്സ് ആണ്. മെയ് മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ അറിയാലോ, എന്താണ് നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലിയോണിനോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ചാനലാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈ ആസ്ക് യു ടു സബ്സ്ക്രൈബ്. നമുക്കറിയാം 10th-ന്റെയും +2-ന്റെയും ഡിഗ്രീന്റെ ഒക്കെ റിസൾട്ട് വരുന്ന സമയമാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഹയർ സ്റ്റഡീസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ അവസരങ്ങളാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്, അതുപോലെ തന്നെ ജോലിക്കാണെങ്കിൽ ട്രൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എന്താണ് കാരണം? നമ്മൾ ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സ് ഇടാറുണ്ട്, അതുപോലെ തന്നെ ഡെയിലി ജോബ് ആൻഡ് കരിയർ അപ്ഡേറ്റ്സ് ഇടാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി, അതായത് പുരാവസ്തു വകുപ്പില് 63 അതിൽ കൂടുതൽ വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 മെയ് 26 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടല്ല കേട്ടോ, ഓഫ്ലൈൻ ആയിട്ടാണ്. അപ്പോൾ അതായത് നേരിട്ടോ തപാൽ മുഖേന നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ 63 കൂടുതൽ വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ആ വാക്കൻസീസിൽ 38 വാക്കൻസീസും എവിടെയാണ്? തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. ബാക്കി വരുന്ന 25 മ്യൂസിയത്തിലാണ്, കേരള മ്യൂസിയത്തിലാണ്. ബാക്കി വരുന്ന 25 ഗൈഡ് ആയിട്ടാണ് കേട്ടോ. ഇനി ഇതില് ഏതൊക്കെ തസ്തികകളിലാണ് അവസരങ്ങൾ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ട് ട്രെയിനി, ബൈൻഡർ, സൂപ്പർവൈസർ, DTP, ഓപ്പറേറ്റർ. അതാത് തസ്തികകളിൽ അതാത് ക്വാളിഫിക്കേഷൻ പറയുന്നത് മെയിൻ ആയിട്ട് പ്രൊജക്ട് ട്രെയിനിയിൽ പറയുന്നത് ഏതാണ്? MSc കെമിസ്ട്രി ആണ്. 10ാം ക്ലാസ്സിലുള്ളവർക്ക് പറ്റും. ബൈൻഡർ, സൂപ്പർവൈസർ, DTP, ഓപ്പറേറ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇനി ഇതില് നമ്മൾ പറഞ്ഞല്ലോ, അപേക്ഷകൾ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിലല്ലാന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഓഫ്ലൈൻ ആയിട്ടാണ്. അതായത് നേരിട്ടോ തപാൽ മുഖേനോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കേരള മ്യൂസിയം, പാർക്യൂ, തിരുവനന്തപുരം 33 എന്ന വിലാസത്തിൽ അയക്കാം, അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ പറയുന്നത് സംസ്ഥാന പുരാരേഖ വകുപ്പിന്റെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് അല്ലെ, കോഴിക്കോട് മേഖല ഓഫീസുകളിൽ വിവിധ പ്രൊജക്ടുകളിൽ 38 വാക്കൻസീസ് ആണ് പറഞ്ഞു. ഇതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ചരിത്ര പൈതൃക മ്യൂസിയം മുഖേനയായിരുന്നു ഇതിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. മെയ് 26 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുക. അതിൽ നമ്മൾ പറഞ്ഞല്ലോ പ്രൊജക്ട് ട്രെയിനി അല്ലെ, അതിൽ പ്രൊജക്ട് ട്രെയിനിയില് ചരിത്ര രേഖകളുടെ ശാസ്ത്രീയ സംരക്ഷണമായിരിക്കും അല്ലെ പ്രൊജക്ട് ആയിട്ട് പറയുന്നത്. അതിൽ കെമിസ്ട്രിയിലെ PG ആണ്. ഈ യോഗ്യതക്കാരുടെ അഭാവത്തിൽ, അതായത് കെമിസ്ട്രി PG അവിടെ വന്നിട്ടില്ലെങ്കിൽ ബിരുദം, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ഡിഗ്രി ഉള്ളവരെയും അവിടെ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദവും ആർക്കൈവൽ സ്റ്റഡി അല്ലെങ്കിൽ കൺസർവേഷനിൽ ഡിപ്ലോമയും ഉള്ളവരെയും അവിടെ പരിഗണിക്കുന്നതായിരിക്കും. മെയിൻ ആയിട്ട് MSc കെമിസ്ട്രി ഉള്ളവരെയാണ് നോക്കുന്നത്, അതല്ലെങ്കിൽ BSc കെമിസ്ട്രി ഉള്ളവരെ പരിഗണിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബൈൻഡർ ആണ് അടുത്തത്. ബൈൻഡർ ചരിത്രരേഖകളുടെ ശാസ്ത്രീയ സംരക്ഷണ പ്രൊജക്ട് ആണ്. 10ാം ക്ലാസ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ തത്തുല്യം പറയുന്നത്. ബുക്ക് ബൈൻഡിങ്ങിൽ NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു കേരള സർക്കാർ, അല്ലെങ്കിൽ കേരള സർക്കാർ ടെക്നിക്കൽ എക്സാമിനേഷൻ ഇൻ ബുക്ക് ബൈൻഡിങ്, അതിൽ MGTE ജയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പ്രൊജക്ട് ട്രെയിനി വീണ്ടും പറയുന്നുണ്ട്. അത് ആദ്യം നമ്മൾ പറയുന്നത് പ്രൊജക്ട് ട്രെയിനി ചരിത്ര രേഖകളുടെ ശാസ്ത്രീയ സംരക്ഷണം പ്രൊജക്ട് ആയിട്ട് എടുക്കുന്ന കാര്യമാണ്. ഇനി അടുത്ത പ്രൊജക്ട് ട്രെയിനി എന്ന് പറയുന്നത് കാർട്ടോഗ്രാഫിക് റെക്കോർഡ്സ് ശാസ്ത്രീയ സംരക്ഷണം പ്രൊജക്ട് ആണ്. കെമിസ്ട്രിയിൽ PG തന്നെയാണ്. ഈ പ്രൊജക്ട് ട്രെയിനിക്ക് പറയുന്നത് കെമിസ്ട്രിയിൽ PG ആണ് കേട്ടോ പറയുന്നത്. അല്ലെങ്കിൽ അവര് വന്നിട്ടില്ലെങ്കിൽ കെമിസ്ട്രിയിൽ ബിരുദം, അല്ലെങ്കിൽ ആർക്കൈവൽ സ്റ്റഡീസ്, അല്ലെങ്കിൽ കൺസർവേഷനിൽ ഡിപ്ലോമയാണ് പറയുന്നത്. ഈ സൂപ്പർവൈസർ കാർട്ടോഗ്രാഫിക് റെക്കോർഡിംഗ് ശാസ്ത്രീയ സംരക്ഷണം പ്രൊജക്ട്, കെമിസ്ട്രിയിലെ PGയും കാർട്ടോഗ്രാഫിക് റെക്കോർഡ് മേഖലയിൽ 2 വർഷ പരിചയം, അല്ലെങ്കിൽ മാപ്പ് ഉൾപ്പെടെയുള്ള പുരാരേഖകളുടെ സംരക്ഷണത്തിൽ 10 വർഷത്തെ ജോലി പരിചയമാണ് പറഞ്ഞിട്ടുള്ളത്. സൂപ്പർവൈസറിന് പ്രായപരിധി ഇല്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് സൂപ്പർവൈസർ പുരാരേഖകളുടെ ഏതാണ്? വിഷയ സൂചിക തയ്യാറാക്കൽ പ്രൊജക്ട് ആണ്. അതിൽ ഏതെങ്കിലും ഒരു PG ആണ് പറഞ്ഞിട്ടുള്ളൂ. ആർക്കൈവൽ സ്റ്റഡീസ്, ആർക്കിയോളജി, മ്യൂസിയോളജി, കൺസർവേഷനിൽ PGയും ഡിപ്ലോമയും എന്ന് പറഞ്ഞിട്ടുണ്ട്. PG അല്ലെങ്കിൽ ഡിപ്ലോമയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രൊജക്ട് ട്രെയിനി ആയി അറിയാലോ ഏതാണ്? MSc കെമിസ്ട്രി ആണ് പറയുന്നത്. ഇത് അടുത്ത പ്രൊജക്ട് ട്രെയിനി പറയുന്നത് പുരാരേഖകളുടെ വിഷയ സൂചിക തയ്യാറാക്കൽ പ്രൊജക്ട് ആണ്. അത് ഏതെങ്കിലും ഒരു ബിരുദവും ആർക്കൈവൽ സ്റ്റഡീസ്, അല്ലെങ്കിൽ ആർക്കിയോളജി, മ്യൂസിയോളജിയിൽ PG, ഡിപ്ലോമയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ DTP ഓപ്പറേറ്റർ അല്ലെ, DTP ഓപ്പറേറ്റർ പുരാരേഖകളുടെ വിഷയ സൂചിക തയ്യാറാക്കൽ പ്രൊജക്ട് ആണ്. +2 ആണ് DTP ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രൊജക്ട് ട്രെയിനിക്ക് എന്താണ്? പ്രൊജക്ട് ട്രെയിനി എന്ന് പറയുമ്പോൾ MSc അല്ലെങ്കിൽ PG ഏതെങ്കിലും വിഷയത്തിൽ പറയുന്നുണ്ട്. കെമിസ്ട്രി ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബൈൻഡർ ആണെങ്കിൽ 10th മതി. സൂപ്പർവൈസർ ആണെങ്കിൽ നമ്മൾ എന്താന്ന് പറഞ്ഞു? സൂപ്പർവൈസറും എന്ത് വേണം? PG വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസും വേണം അല്ലെ സൂപ്പർവൈസറിൽ. DTP ഓപ്പറേറ്ററിൽ എന്താണ്?
+2. അപ്പൊ 10th തൊട്ട് PG വരെ ഉള്ളവർക്ക് അവസരങ്ങൾ തുറന്നു തന്നിരിക്കുകയാണ് പുരാവസ്തു വകുപ്പ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി അല്ലെ. പിന്നെ പറഞ്ഞത് സൂപ്പർവൈസർ, വീണ്ടും സൂപ്പർവൈസറിന്റെ വരുന്നുണ്ട്. MA മാനുസ്ക്രിപ്റ്റോളജി, വട്ടെഴുത്ത്, കോലെഴുത്ത്, തമിഴിലൊക്കെ അങ്ങനെ പ്രാവീണ്യം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രൊജക്ട് ട്രെയിനി വീണ്ടും വരുന്നുണ്ട്. പ്രൊജക്ട് ട്രെയിനിയിൽ ഇതിലൊരു പ്രൊജക്ട് ട്രെയിനി, അപ്പൊ നമ്മൾ 3-4 പ്രൊജക്ട് ട്രെയിനിങ്സ്, 3 അല്ലെ, 3 MSc കെമിസ്ട്രി പറഞ്ഞു, 2 ഈ പ്രൊജക്ട് ട്രെയിനിയിൽ പറയുന്നത് MA മാനുസ്ക്രിപ്റ്റോളജി ആണ് പറയുന്നത് കേട്ടോ. പ്രായപരിധി ഇതിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ സൂപ്പർവൈസറിലും പറഞ്ഞിട്ടില്ല. പ്രൊജക്ട് ട്രെയിനിയിൽ താളിയോല രേഖകളിലെ വിഷയ സൂചിക തയ്യാറാക്കൽ പ്രൊജക്റ്റിലും പ്രായപരിധി പറഞ്ഞിട്ടില്ല. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെങ്കിൽ www.museumkerala.org എന്നുള്ള വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ വന്നിട്ട് 63 വേക്കൻസീസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ലാസ്റ്റ് ഡേറ്റ് 2025 മെയ് 26 ആണ്. 63 വേക്കൻസീസിൽ കൂടുതലുണ്ട്. അതിൽ 38 വേക്കൻസീസും തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോടിലാണ്. മെയിൻ ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറയുന്നത് പ്രൊജക്ട് ട്രെയിനി, ബൈൻഡർ, സൂപ്പർവൈസർ, DTP ഓപ്പറേറ്റർ ആണ്. അതിൽ പ്രൊജക്ട് ട്രെയിനിൽ MSc കെമിസ്ട്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ അഭാവത്തിൽ BSc കെമിസ്ട്രി ഉള്ളവരെ എന്ത് ചെയ്യും, അവിടെ എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബൈൻഡർ ആണെങ്കിൽ 10th, സൂപ്പർവൈസർ ആണെങ്കിൽ എക്സ്പീരിയൻസ് വേണം, DTP ഓപ്പറേറ്റർ ആണെങ്കിൽ +2. ഓക്കെ, ഓൺലൈൻ ആയിട്ടല്ല, ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷകൾ നേരിട്ടോ തപാൽ മുഖേനയോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കേരള മ്യൂസിയം, പാർക്ക് വ്യൂ, തിരുവനന്തപുരം 33 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞല്ലോ, ഇതിൽ നമ്മൾ 63 വേക്കൻസീസ് ആണ് ടോട്ടൽ പറഞ്ഞത്. അതിൽ 38 വേക്കൻസീസ് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോടാണ്. ബാക്കി 25 മ്യൂസിയം. അതിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയാണ്. ഏജ് ലിമിറ്റ് ഉണ്ട്, 36 വയസ്സ് കഴിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കേരള മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ്, പാർക്ക് വ്യൂ, തിരുവനന്തപുരം 33 എന്ന് വിളിക്കാൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.museumkerala.org. ഇപ്പൊ കേരള പുരാവസ്തു വകുപ്പിന് കീഴിലെ മ്യൂസിയങ്ങളിൽ മ്യൂസിയം ഗൈഡ് ആകാനാണ് അവസരം. 25 ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അല്ലെ. അതിൽ യോഗ്യത പറയുന്നത് നമ്മൾ ഡിഗ്രി ഏതിലൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ആർക്കിയോളജി പറയുന്നുണ്ട്, മ്യൂസിയോളജി പറയുന്നുണ്ട്, മലയാളം, ഓക്കെ, എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ മതി. ഇപ്പൊ ഹിസ്റ്ററി അല്ലെങ്കിൽ ആർക്കിയോളജി അല്ലെങ്കിൽ മ്യൂസിയോളജി അല്ലെങ്കിൽ മലയാളത്തിലുള്ളവർക്ക് ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ പറഞ്ഞത് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മേൽപ്പറഞ്ഞ വിഷയങ്ങളിലെ PGയോ ആർക്കിയോളജി, മ്യൂസിയോളജി, ടൂറിസം എന്നിവയിൽ ഒന്നിൽ PG ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി PG ഉണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും, മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രായം 36 കവിയരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ജനന തീയതി, യോഗ്യത എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം എന്താണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കേരള മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ്, പാർക്ക് വ്യൂ, തിരുവനന്തപുരം 33 എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.museumkerala.org എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് ഡെഡ് ലൈൻസ്. ഇപ്പൊ മെയ് മാസത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട, മെയ് എൻഡ് ആവാറായി അല്ലെ. അപ്പൊ മെയ് മാസത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റുകൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡേറ്റുകൾ മെയ് 23, 26, 29, ജൂൺ 2, ജൂൺ 4. നമ്മുടെ വീഡിയോസിന്റെ അവസാനമെല്ലാം നമ്മൾ ഈ ഡെഡ് ലൈൻസിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് മെയ് 23-നാണ്. മെയ് 23-ന് ബാങ്ക് ഓഫ് ബറോഡയിൽ 500 ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയിലി ക്ലാസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, ബാങ്ക് ഓഫ് ബറോഡയിൽ 500 ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതില് യോഗ്യത 10ാം ക്ലാസ് ആയിരുന്നു. അവസാന തീയതി മെയ് 23-ആണ്. അപ്പൊ ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവുകളാണ്, 500 വേക്കൻസീസ് വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് മാത്രം മതി അല്ലെ. അവസാന തീയതി മെയ് 23-ന് തന്നെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി മെയ് 26-ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുരാവസ്തു വകുപ്പിൽ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് മെയ് 26-ആണ്. 63 കൂടുതൽ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇനി മെയ് 29 എന്ന് പറയുമ്പോൾ ആർമിയിൽ എഞ്ചിനീയർ, യോഗ്യത BTech ആണ്. BTech നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും. ഓക്കെ, അപ്പൊ ആർമിയിൽ എഞ്ചിനീയർ ആകാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത്. മെയ് 29-ആണ് ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ്. ഇനി ജൂൺ 2-ന് വന്നിട്ടുള്ളത് IOCL 1770 അപ്രന്റീസിന്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ITI ഡിപ്ലോമ, ബിരുദം എന്നുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? ലാസ്റ്റ് ഡേറ്റ് ജൂൺ 2-നാണ് അല്ലെ. ഇനി അവസാനം ജൂൺ 4-ആണ്. ജൂൺ 4 HST, നഴ്സ്, പ്യൂണ്, വാച്ച്മാൻ, ഫാർമസിസ്റ്റ് തുടങ്ങി 83 തസ്തികയിൽ
PSC വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4 ആണ്, മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.